ഇപ്പോഴെത്തുന്ന വാർത്ത എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനമായിരിക്കുന്നു. സീറോ മലബാർ സിനഡ് നിയോഗിച്ച മെത്രാൻ സമിതിയും ബസിലിക്ക പ്രതിനിധികളുമായി ജൂൺ 14 ബുധനാഴ്ച നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതുമായ വിശുദ്ധ കുർബാന അർപ്പണ രീതി മാത്രമേ ബസിലിക്കയിൽ അനുവദനീയമായിട്ടുള്ളൂ. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, എന്തൊക്കെ വ്യവസ്ഥകളാണ് ഇപ്പോൾ കത്തീഡ്രൽ ബസിലിക്ക തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അശ്വതിയിലേക്ക് എത്താം. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയാണ് തുറക്കാൻ തീരുമാനമായിരിക്കുന്നത്. സീറോ മലബാർ സിനഡ് നിയോഗിച്ച മെത്രാൻ സമിതിയും ബസിലിക്ക പ്രതിനിധികളുമായി ജൂൺ 14 ബുധനാഴ്ച നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതുമായ വിശുദ്ധ കുർബാന അർപ്പണ രീതി മാത്രമേ ബസിലിക്കയിൽ അനുവദനീയമായിട്ടുള്ളൂ. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനമായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. സീറോ മലബാർ സഭ സിനഡ് നിയോഗിച്ച മെത്രാൻ സമിതിയും ബസിലിക്ക പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായിരിക്കുന്നത്. അശ്വതി വിവരങ്ങളുമായി ചേരുന്നു. അശ്വതി, എന്തൊക്കെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബസിലിക്ക തുറക്കാൻ തീരുമാനമായിരിക്കുന്നത്? എന്തൊക്കെ വ്യവസ്ഥകളിന്മേലാണ് ഇപ്പോൾ ബസിലിക്ക തുറക്കാൻ തീരുമാനമായിരിക്കുന്നത്? ഇപ്പോൾ സിനഡ് യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സെന്റ് മേരീസ് ബസിലിക്ക 6 മാസമായി അടഞ്ഞുകിടക്കുകയാണ്. ഈ സെന്റ് മേരീസ് ബസിലിക്ക തുറന്ന് പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ സിനഡ് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനഡ് കുർബാന, അതിന്റെ സിനഡ് അനുസരിച്ച ഏകീകൃത കുർബാന മാത്രമേ ഇവിടെ നടപ്പാക്കുകയുള്ളൂ. അത് മറ്റാർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് എതിർപ്പെല്ലാം പരിഹരിക്കപ്പെടുന്നത് വരെ അവിടെ കുർബാന ഉണ്ടാവുകയില്ല. പക്ഷെ മറ്റ് ചടങ്ങുകളെല്ലാം ഈ ദേവാലയത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സിനഡിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായിട്ട് ശ്രമിക്കുമെന്നാണ് സിനഡ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വിമത ഭാഗത്തിന്റെ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ആവശ്യമായിരുന്നു ഈ ദേവാലയം തുറക്കണമെന്നത്. അത് ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ്. പക്ഷേ സിനഡ് കുർബാന എന്ന ഒരു തീരുമാനത്തിൽ നിന്നും ഇപ്പോഴും സിനഡ് പിന്നോട്ട് പോയിട്ടില്ല. അത് വലിയ പ്രശ്നങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും ഒക്കെ കാരണമാകാനുള്ള സാധ്യത. ഇത്തരത്തിലാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. അതായത് സിനഡ് തീരുമാനത്തിൽ വന്നിരിക്കുന്നത് എറണാകുളത്തിലെ സെന്റ് മേരീസ് ബസിലിക്ക, ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്ക തുറക്കും. പക്ഷെ അവിടെ കുർബാന അർപ്പണം ഇപ്പോൾ നടക്കില്ല. സിനഡ് കുർബാന അംഗീകരിക്കുന്നത് വരെ കുർബാന അർപ്പണം നടക്കില്ല എന്നാണ് ഇപ്പോൾ സിനഡ് യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫിജി. ശരി അശ്വതി.